വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പിതൃത്വം ആർക്ക് എന്നുള്ളതാണ് ഇനി ചർച്ചയാകാൻ പോകുന്ന കാര്യം. ഇത് തങ്ങളുടെ കുഞ്ഞായതിനാലാണ് പിണറായിയും കുടുംബവും വിഴിഞ്ഞത്തെത്തിയതെന്നാണ് നമ്മുടെ കൊച്ചു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറയുന്നത്. രണ്ട് വിദ്യാഭ്യാസ വകുപ്പുണ്ട്, ഉന്നതവും കൊച്ചു വിദ്യാഭ്യാസവും. ശിവൻകുട്ടി പറയുന്നത് വലിയൊരു തമാശ പറഞ്ഞതായിരിക്കും അദ്ദേഹം. ഈ ജോക്ക് ഓഫ് ദി ഇയർ എന്ന് പറയേണ്ടി വരും. കാരണം അദ്ദേഹത്തിന് സ്മൃതിനാശം സംഭവിച്ചിരിക്കുന്നു, ഡിമെൻഷ്യ സംഭവിച്ചിരിക്കുന്നു എന്നെനിക്ക് തോന്നുന്നു. കാരണം അധിക കാലമൊന്നും ആയിട്ടില്ല VS അച്യുതാനന്ദൻ ഉമ്മൻചാണ്ടിക്കെതിരെ സമരം നടത്തിയത്. 300 കോടി രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട്. അദാനി പോർട്സ് ലിമിറ്റഡ് ഉമ്മൻചാണ്ടിക്ക് 300 കോടി രൂപ അവർ തമ്മിലുള്ള യോഗത്തിൽ വെച്ച് കൈമാറിയെന്ന് VS അച്യുതാനന്ദൻ ആരോപിച്ചുകൊണ്ട് അതിനെതിരെ സമരം നടത്തി. അതിനെ പിന്തുണച്ചവരാണ് V ശിവൻകുട്ടിയും പിണറായി വിജയനും. കേരളം അത് മറക്കുകയില്ല. കാരണം അതങ്ങ് കഴിഞ്ഞ നൂറ്റാണ്ടിൽ നടന്ന കാര്യമല്ല. ഈ നൂറ്റാണ്ടിൽ കഴിഞ്ഞ വർഷങ്ങളിൽ ഇതിൻ്റെ ഉദ്ഘാടനത്തിന് മുമ്പ്, ഇതിൻ്റെ തറക്കല്ലിടലിന് മുമ്പ് നടന്നിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇപ്പോൾ കുഞ്ഞാണെന്നും പറഞ്ഞ് അവകാശപ്പെടുന്ന 8 കാലി മമ്മൂഞ്ഞിനെ പോലെയാണ്. 8 കാലി മമ്മൂഞ്ഞിനെ പോലെ അവകാശപ്പെടുകയാണ്. ആ ഓൾഡ് ബൈറ്റിലുണ്ടെന്നാണ് പറഞ്ഞത്. അത് നമ്മൾ അതിൻ്റെ ആൾ എന്ന് പറയുന്നത് പോലെ, ബഷീറിൻ്റെ ആ കഥാപാത്രം പറയുന്ന പോലെ പറയുന്ന പാഴ് വർത്തമാനമാണിത്. ഇതൊന്നും കേരളീയരെ മറന്നിട്ടുണ്ട് എന്ന് വിചാരിച്ചാണ് ഇത് പറയുന്നതെങ്കിൽ മറക്കുകയില്ല. കാരണം അത്രമാത്രം കഷ്ടപ്പെട്ട് ഉമ്മൻചാണ്ടി നിയമസഭയിൽ നടത്തിയ ഒരു പ്രസംഗം നമ്മുടെ നിയമസഭാ ലൈബ്രറിയുടെ റെക്കോർഡുകളിലുണ്ട്. എന്തു വില കൊടുത്തിട്ടായാലും ഞാൻ ഈ വിഴിഞ്ഞം തുറമുഖം കൊണ്ടുവരും എന്ന് നിയമസഭയിൽ വളരെ പ്രക്ഷുബ്ധനായി, വിഷണ്ണനായി അദ്ദേഹം പറഞ്ഞത്. ആ പ്രസംഗം ഇപ്പോഴും ഉണ്ട്, സഭാരേഖകളിലുണ്ട്. കേരളം മറന്നിട്ടില്ല. കാരണം അത്രമാത്രം എതിർപ്പാണ്. സമരങ്ങൾ വരെ നടത്തി CPM, ഈ ശിവൻകുട്ടി ഉൾപ്പെടെ, അത് വരാതിരിക്കാൻ. കാരണം മോദിയും ഉമ്മൻചാണ്ടിയും തമ്മിലുള്ള കൂട്ടുകെട്ടാണത്. നിങ്ങൾ ആർക്കെങ്കിലും ഇതിൻ്റെ പിതൃത്വം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് മൊദാനി എന്ന് നിങ്ങൾ കളിയാക്കുന്ന മോദി അദ്വാനി കൂട്ടുകെട്ടിന് തന്നെയാണ്. നിങ്ങളെപ്പോഴും വിമർശന വിധേയനാക്കിയിരുന്ന അദാനിയാണ് ഈ പോർട്ട് ടെൻഡർ വിളിക്കാൻ വന്ന ഒരേ ഒരു കരാറുകാരൻ. വേറെ ആരും വന്നില്ല, ആർക്കും വേണ്ട, ഇത് നഷ്ടമാണെന്ന് പറഞ്ഞ് അവർ പിന്മാറുകയായിരുന്നു. ദുബൈയിൽ ഉണ്ട് തുറമുഖം, കൊളംബോയിലുണ്ട് തുറമുഖം. അതിനിടയ്ക്ക് ഇങ്ങനൊരു തുറമുഖത്തിൻ്റെ ആവശ്യമില്ല എന്ന ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരെല്ലാം പിന്മാറിയപ്പോൾ ഞങ്ങളിത് ചെയ്യും, ഞങ്ങളിത് നടപ്പാക്കും എന്ന് പറഞ്ഞ അദാനി പറഞ്ഞ സമയത്തിന് മുമ്പ് തന്നെ ഇത് തീർത്തു. അതും എങ്ങനെ? കടുത്ത എതിർപ്പിനെ നേരിട്ടുകൊണ്ട് കടലോരത്തെ ആളുകളെല്ലാം ബിഷപ്പുമാരുടെ പിന്തുണയോടെ, വൈദികരുടെ പിന്തുണയോടെ നടത്തിയ സമരങ്ങളെയെല്ലാം കടപുഴക്കി എറിഞ്ഞുകൊണ്ട്, കടപുഴക്കി ഒരുപാട് എതിർപ്പുകളെ നേരിട്ടത് കൊണ്ടാണ് ഇവർ മുന്നോട്ട് പോയത്. തുമ്പ എന്ന സ്ഥലത്ത് നമ്മുടെ ബഹിരാകാശ കേന്ദ്രം വന്നപ്പോൾ കലവറയില്ലാതെ പിന്തുണച്ച ആളുകൾ തന്നെ, തീരദേശത്തെ ആ മത്സ്യത്തൊഴിലാളികളെ തന്നെ ഇവിടെ ഭിന്നിപ്പിച്ചു. ഇപ്പോഴും തുടരുന്നുണ്ട് കുറേ പേര് അതിൻ്റെ എതിരായിട്ടുള്ള സമരം. മുതലപ്പൊഴിയുടെ അവിടെ ഇതെല്ലാം വിഴിഞ്ഞത്തിൻ്റെ ഫലമാണെന്ന് പറഞ്ഞ് ഒരു സമരം അങ്ങനെ നടത്തുന്നുണ്ട്. ആളുകളെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള, നമ്മുടെ വികസനത്തെ തടയാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് അദാനി. അതിനിടയ്ക്ക് കോവിഡ് കാലം വന്നു. ആ കോവിഡ് കാലത്തിൻ്റെ ഫലമായിട്ട് കല്ല് കിട്ടാതെ വന്നു. കല്ലില്ലാതെ ഇങ്ങനൊരു വലിയ സംരംഭം നടത്താൻ സാധ്യമല്ല. ഒഴുക്കിനെതിരെ നീന്തിക്കൊണ്ടാണ് അദാനി ഇത് സാധിച്ചത്. എന്നിട്ടോ അതുപോലെ തന്നെ നമ്മുടെ തുറമുഖം അന്ന് അതിൻ്റെ ചുമതല തിരുവഞ്ചൂർ രാധാകൃഷ്ണനായിരുന്നു. ആ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വളരെ പ്രയത്നപ്പെട്ട് സത്യസന്ധമായിട്ടില്ല, 1% പോലും അഴിമതിയില്ലാത്ത, അദ്ദേഹം ഇട്ടിരിക്കുന്ന നിർമ്മലമായിട്ടുള്ള ഖദർ വസ്ത്രത്തിന് തുല്യമായിട്ടുള്ള ബ്ലെമിഷ്ലെസ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് അദ്ദേഹം ഇതിൻ്റെ ഒരു അഴിമതിയില്ലാത്ത രീതിയിൽ നടത്തിയത്. എന്നിട്ടോ പിന്നെ CPMൻ്റെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ ഈ പോർട്ടിൽ അവരുടെ ആൾക്കാരെ നിയമിക്കണമെന്ന് അന്നത്തെ മാനേജിംഗ് ഡയറക്ടറായിരുന്ന AS സുരേഷ് ബാബുവിനെ ശുപാർശ ചെയ്തു. സുരേഷ് ബാബു പറഞ്ഞു, നത്തിങ് ഡൂയിങ്, ക്വാളിഫൈഡ് അല്ലാത്ത ഒരൊറ്റ ആളിനെയും എനിക്ക് നിയമിക്കാൻ സാധ്യമല്ല എന്ന് തുറന്നുകൊണ്ട്. ഈ കടകംപള്ളി സുരേന്ദ്രൻ ചോദിച്ചു നോക്കൂ, കടകംപള്ളി സുരേന്ദ്രനൊക്കെ ശുപാർശകളുമായിട്ട് എന്നതാണ്. അപ്പോൾ അത് നോ പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റി. ഇത് സാധ്യത പ്രായമാക്കിയ ഒരു വ്യക്തിയാണ്. ആ മാനേജിംഗ് ഡയറക്ടറെ മാറ്റിയിട്ട് അവരുടെ ആൾക്കാർ, ഒരു ജയകുമാറിനോ മറ്റോ പറയുന്ന ആളിനെ കൊണ്ടുവന്നു.
ഇതാണ് അതിൻ്റെ വാസ്തവം. ഇത് മാന്യരായിട്ടുള്ള വ്യക്തികളാണ് ഇവരെന്നുള്ളതുകൊണ്ട് അത് പൊതുരംഗത്തോ വാർത്തകളിലോ വരുന്നില്ല. ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. എന്നിട്ട് ഇതിൻ്റെ പിതൃത്വം അവകാശപ്പെടാൻ നടക്കുക. എന്തൊരു ഉത്തരവാദിത്തരഹിതമായ രീതിയിലാണ് സുരക്ഷാ കാര്യങ്ങൾക്കുള്ള ഒരു മീറ്റിങ്ങിൽ സ്വന്തം മകളെയും കൊച്ചുമോനെയും കൊണ്ടുവെക്കുന്നത്. ഇതെന്താ കുടുംബകാര്യമാണോ? വീട്ടിലെ കാര്യമാണോ ഇത്? നിങ്ങൾ ഫിൻലാൻഡ് പാതിരാ സൂര്യൻ്റെ നാട്ടിലൊക്കെ പോയി നിങ്ങൾ ഫോട്ടോയൊക്കെ എടുത്തു, ആരും വിമർശിക്കുന്നില്ല, നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾക്ക് എങ്ങും ടൂർ പോകരുത് എന്ന് പറയാൻ ഞങ്ങൾ ആലോചിക്കില്ല. പക്ഷേ വിഴിഞ്ഞുവെന്ന് പറയുന്നത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സാഗരമാല പദ്ധതിയിൽ വന്ന ഒരു സ്കീമാണ്. കേരളത്തിന് കേന്ദ്രം നൽകിയ ദാനമാണ്. നിങ്ങൾ എപ്പോഴും വടക്കോട്ട് നോക്കി കുറ്റം പറയുന്ന കേന്ദ്രത്തിൻ്റെ സംഭാവനയാണ്. പിതൃത്വം നരേന്ദ്രമോദിക്കാണ്. പദ്ധതി തന്നെ വരാൻ വളരെ വൈകി എന്നുള്ളതാണ്. കാരണം തിരുവനന്തപുരത്തിനോടൊരു വലിയ അവജ്ഞയാണ് എപ്പോഴും കാണിച്ചിട്ടുള്ളത്. മുൻകാല എം പിമാരെല്ലാം തന്നെ, ഇവിടുന്ന് ജയിച്ചു പോയിട്ടുള്ള എം പിമാരൊക്കെ തന്നെ കോൺഗ്രസ്സുകാരിയിരിക്കുന്ന കാലത്തൊന്നും ഇതൊന്നും നടന്നിട്ടുമില്ലല്ലോ ശരിയായ രീതിയിൽ കേന്ദ്രം ഭരിക്കുന്ന സമയത്ത്. അതിൻ്റെ വേറൊരു രസം കേൾക്കണോ? ഈ CPM അധികാരത്തിൽ വന്നപ്പോൾ വിഴിഞ്ഞത്തെ അത്ര പ്രൊമോട്ട് ചെയ്തില്ല അവരെ. ആദ്യം പറഞ്ഞത് ഞങ്ങൾ അഴീക്കൽ തുറമുഖം ഇതിന് തുല്യമായിട്ട് വികസിക്കും. എന്നിട്ട് അഴീക്കൽ എവിടെ കിടക്കുന്നു? ആ തുറമുഖ ചുമതലയുള്ള മന്ത്രി പറഞ്ഞതാണ് അഴീക്കൽ ഞങ്ങൾ ഇതുപോലെ തന്നെ വികസിപ്പിക്കുമെന്ന്. നോക്കിക്കോണം, തിരുവനന്തപുരം എന്നാലും വികസിച്ചുകൂടാ, മലബാറിലേക്കാണ് നോട്ടം. അന്ന് വികസിപ്പിക്കുന്ന പറഞ്ഞുകൊണ്ട് ഇതിനെ വലിയ അവഗണിച്ചിരുന്നു ഇവർ തുടക്കത്തിൽ. എന്നിട്ടിപ്പം നാണമില്ലാതെ അവകാശപ്പെടും ഞങ്ങളുടെ കുഞ്ഞ്. നിങ്ങളുടെ കുഞ്ഞായെന്ന് പറഞ്ഞ് കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് നിർമ്മിക്കുന്ന സ്ഥാപനങ്ങളിലെല്ലാം നിങ്ങളുടെ കൊച്ചുമകനെയും മകളെയും കൊണ്ട് കയറി ഇറങ്ങാൻ വേണ്ടിയിട്ടാണോ? അങ്ങനെയാണെങ്കിൽ അങ്ങോട്ട് മിലിറ്ററിയുടെ ക്യാമ്പുണ്ട്, അതിനകത്ത് ഇതുപോലെ കയറുമോ? സുരക്ഷാ വേലികൾ ലംഘിച്ചുകൊണ്ട്. മുഖ്യമന്ത്രിയുടെ മകളും മകനുമായതുകൊണ്ട് സുരക്ഷാ മാനദണ്ഡങ്ങളൊന്നും ബാധകമല്ലെന്ന്. ഇത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് വരുന്നത്. ഭീകരമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ്, കാളിമ കലർന്ന ഒരു അന്തരീക്ഷമാണ് ഇന്ത്യയുടെ ആ മുകളിൽ നിലനിൽക്കുന്നത്. ആ ഒരു അന്തരീക്ഷത്തിൽ സുരക്ഷ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യയുടെ നമ്പർ 1 പൗരനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടിയ ഒരു മീറ്റിങ്ങിൽ നിങ്ങൾ എന്ത് നിരുത്തരവാദപരമായിട്ടാണ് നിങ്ങളുടെ കൊച്ചുമകനെ അവിടെയൊക്കെ കാണാൻ പോയി, സന്ദർശിക്കാൻ പോയി. അതിനെപ്പറ്റി അല്ല പറയുന്നത്. അവിടെ തൊപ്പിയിട്ടുകൊണ്ട് വീണാ വിജയന് ധാർമ്മികമായിട്ടൊരു അവകാശവുമില്ല. കാരണം അവർ കേസിലെ കാറിൻ്റെ 1-ാം നമ്പർ കാറിൻ്റെ മുൻ സീറ്റിലാണ് ഇരുന്നത്. അവിടെ ഇരിക്കേണ്ടത് ആരാണ്? മുഖ്യമന്ത്രി യാത്ര ചെയ്യുമ്പോൾ ഗൺമാനാണ്. ഗൺമാൻ ഇരിക്കേണ്ട സ്ഥലത്ത് കയറി ഇരുത്തുക. എന്ത് തോന്നിയാസം! നിങ്ങൾ മുഖ്യമന്ത്രി ഒരിക്കൽ നിയമസഭയിൽ മാത്യു കുഴൽനാടനോട് ചോദിച്ച പോലെ തന്നെ നിങ്ങൾ മുഖ്യമന്ത്രിയുടെ കസേരയിൽ ഇരുന്നു എന്നുള്ളത് കൊണ്ട് എന്ത് തോന്നിയാസവും കാണിക്കാമെന്നാണോ വിചാരിക്കുന്നത്? ഇത് ജനങ്ങളുടെ നികുതി പണം, ഇത് കേരളത്തിൻ്റെ പൊതുസ്വത്ത്. ആ പൊതുസ്വത്തുകളിലേക്കും പൊതുസ്വത്തും സ്വകാര്യ സ്വത്തും തമ്മിലുള്ള വ്യത്യാസം പഠിച്ചവരാണല്ലോ നിങ്ങൾ. അവിടേക്കൊക്കെ നിങ്ങളുടെ കുടുംബക്കാരെയൊക്കെ കൊണ്ടുവരാനുള്ള സ്ഥലമാണോ അത്? അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ഏതൊരു പൗരനും ഇതിന് അർഹതയുണ്ട്. എന്താ അവരെ അനുവദിക്കാത്തത്? നിങ്ങൾ ഇങ്ങനെ സുരക്ഷാ യോഗത്തിൽ ഇപ്പോൾ എൻ്റെ കൊച്ചുമകനുണ്ട്, ആ കൊച്ചുമകനെ നിങ്ങൾ കയറ്റി വിടുമോ? നിങ്ങളുടെ കൊച്ചുമകനുള്ളതുപോലെ അവകാശം എൻ്റെ കൊച്ചുമകനും ഉണ്ട്. അല്ലെങ്കിൽ എൻ്റെ മകൾക്കുള്ള അവകാശത്തിൽ കൂടുതലൊന്നും വീണാ വിജയനില്ല, ഒരു കാര്യത്തിലും ഇല്ല. ഏത് വിധത്തിലാണ് അങ്ങനെ അംഗീകാരം കിട്ടിയിരിക്കുന്നത്? പിന്നെ അതിനെ ന്യായീകരിക്കാൻ ഞങ്ങളുടെ കുഞ്ഞായതുകൊണ്ട്. നിങ്ങളുടെ കുഞ്ഞല്ലാത്ത പിന്നെ എന്താ? കിഫ്ബി നിങ്ങളുടെ കുഞ്ഞാണല്ലോ. അതുകൊണ്ടാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ അവിടെ നിയമിക്കുന്നത്? അല്ലെ, ഇനി കുഞ്ഞാണെന്ന് പറഞ്ഞ് വരാൻ ഇനി ഒരാൾ കൂടി ഇരിക്കുന്നുണ്ട്. അത് അന്നേ ദിവസമേ കാണത്തുള്ളൂ, നമ്മുടെ ഡോക്ടർ ശശി തരൂര്. അല്ല, ഒരു കാര്യമേ ഉള്ളൂ. വി ശിവൻകുട്ടിയും എല്ലാവരെയും ഒക്കെ ഉപദേശിക്കുന്ന ആൾക്കാരാണല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിമർശിക്കുന്നത്. പിണറായി വിജയൻ മനസ്സിലാക്കേണ്ട കാര്യം, കേരളം എന്ന് പറയുന്നത് നിങ്ങളുടെ കുഞ്ഞൊന്നുമല്ല, നിങ്ങളുടെ കുട്ടിച്ചോറുമല്ല. അവിടെ തീരുമാനിക്കുന്ന ഇവിടുത്തെ 3 കോടി വരുന്ന ജനങ്ങളാണ്. അവർക്കെല്ലാമുള്ള അവകാശങ്ങളിൽ ഒരു കരിമ്പ് പോലും കൂടുതലായിട്ട് വീണാ വിജയനോ നിങ്ങളുടെ കൊച്ചുമകനോ ഇല്ല എന്നുള്ളത് നിങ്ങൾ നല്ല ബോധ്യത്തോടു കൂടി ഓർക്കുക. ഇത് കുഞ്ഞുകളിയല്ല, ഇതൊരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണോ? ഇത് കേന്ദ്രത്തിൻ്റെ ശ്രദ്ധയിൽ വരെ എത്തേണ്ട ഒരു കാര്യം തന്നെയാണിത്. അപ്പോൾ ഇതുകൊണ്ട് ഇങ്ങനെ തെറ്റായിട്ടുള്ള നടപടികൾ നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ലാത്തതാണ്. മുഖ്യമന്ത്രിയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്തം കാണിക്കണം, മന്ത്രിയാണെങ്കിൽ മന്ത്രിയുടെ ഉത്തരവാദിത്തം കാണണം. ഒരു പൊതുമേഖലാ സ്ഥാപനം അല്ലെങ്കിൽ PPP പ്രകാരം പ്രൈവറ്റ് പബ്ലിക്കായിട്ടുള്ള എൻ്റർപ്രൈസിൽ നിങ്ങളിങ്ങനെ കയറിയിട്ട് അതിൻ്റെ സുരക്ഷാ കാര്യങ്ങൾ വിലയിരുത്തുന്ന ഇതിനുള്ള ആളുകളല്ല, അതിന് നിയമിക്കപ്പെട്ട ആളുകളല്ല വീണാ വിജയൻ. സ്വന്തമായിട്ടൊരു സ്വകാര്യ സ്ഥാപനം നടത്തി അത് പൂട്ടിയ ആളാണ്. ഇപ്പോൾ CMR കേസിലെ 9ാം പ്രതിയുമല്ലേ, നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. അത് രാഷ്ട്രീയമാണെന്നൊക്കെ പറഞ്ഞ് എന്തുദ്ദേശത്തിലാണിത്? അതിനെ പിന്തുണയ്ക്കാനൊരു ശിവൻകുട്ടിയുണ്ട്. ഒരു തരത്തിൽ ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. വിവരമുള്ള ആളുകൾക്ക് ഒരു തരത്തിൽ ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമല്ലത്. അതിൻ്റെ ഫോട്ടോ പ്രദർശനമൊക്കെ നടത്തിയത് തീർച്ചയായിട്ടും അത് അപലപനീയം തന്നെയാണ്. കേരളത്തിനോട് കാണിക്കുന്ന ഒരു ധിക്കാരം തന്നെയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം നിങ്ങളുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണെന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞാണ് എന്നുള്ള ധാരണ തിരുത്തപ്പെടേണ്ടത് തന്നെയാണ്.
വി.ഡി. സതീശൻ ആ കാര്യത്തിൽ പറഞ്ഞത് വളരെ ശരിയാണ്. ഉമ്മൻചാണ്ടിയുടെ പ്രയത്നം കൊണ്ട് വന്ന തുറമുഖമാണെന്ന അപ്രിയ സത്യം ഞാൻ വിളിച്ചു പറയുമോ എന്ന് പേടിച്ചിട്ടാകാം എന്നെ ക്ഷണിക്കാതിരുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ മക്കളെയും കുഞ്ഞുമക്കളും ആകുമ്പോൾ സുരക്ഷിതമാണല്ലോ, ഇങ്ങനെയുള്ള വിമർശനങ്ങൾ വരില്ലല്ലോ എന്ന്. അതുപോലെ തന്നെ ഇപ്പോൾ നടക്കാൻ പോകുന്ന ഒരു സംഭവം, ഉമ്മൻചാണ്ടിക്ക് അഭിവാദ്യം അർപ്പിക്കുക. ആ മനുഷ്യനാണ് എല്ലാ എതിർപ്പുകളെയും നല്ല ഇച്ഛാശക്തി കാണിച്ചതുകൊണ്ടാണ് ഈ തുറമുഖം വന്നത്. അപ്പോൾ തുറമുഖം കമ്മീഷൻ ചെയ്യുന്ന മെയ് 2-ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് അഭിവാദ്യം അർപ്പിക്കും. അത് തന്നെയാണ് നിങ്ങൾക്കുള്ള മറുപടി. വരേണ്ടിയിരുന്നത് നിങ്ങളുടെ കുഞ്ഞ് എൻ്റെ കുഞ്ഞാണെന്ന് പറയാൻ അർഹതയുള്ള ഒരാൾ കേരളത്തിലുണ്ടെങ്കിൽ മരിച്ചുപോയ പുതുപ്പള്ളിയിലെ കല്ലറയിൽ കിടക്കുന്ന ഉമ്മൻചാണ്ടി മാത്രം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.